ഹായ്, ഞാൻ സുജിത രതീഷ്. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നല്ല നാടൻ ദോശയും അതിന് കൂടെ കഴിക്കാനുള്ള ഒരു അടിപൊളി തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ദോശ തയ്യാറാക്കാനായി ഞാനിവിടെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് ഒരു 270 ml കപ്പിനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്കൊരു പാത്രത്തിലേക്കിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ ഈ അരി നമുക്ക് കുതിരാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇത് 6 മണിക്കൂർ കഴിഞ്ഞു. അരി നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ വെള്ളം വാർത്ത് കളഞ്ഞതിന് ശേഷം നമുക്കിതൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അരി അരച്ചെടുക്കുന്ന കൂട്ടത്തിൽ നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ചോറ്, അത് വെന്ത് നല്ല തണുത്ത ചോറ് വേണം കേട്ടോ, അല്ലാതെ ചൂടോട് കൂടി ചേർത്ത് കൊടുക്കരുത്. ഏത് കപ്പിനാണോ നിങ്ങൾ അരി എടുത്തത് ആ കപ്പിന് 1/2 കപ്പ് ചോറ്, 1/2 കപ്പ് തേങ്ങ ചിരവിയത് എന്നിവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് പ്ലസ് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഓവർനൈറ്റ് പുളിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ ക്ലൈമറ്റിനനുസരിച്ച് ദോശയുടെ ഫെർമെൻറ്റേഷൻ വ്യത്യാസം ഉണ്ടാവും. നല്ല തണുപ്പുള്ള രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഗ്യാസ് ഓവൻ്റെ ലൈറ്റ് ഓൺ ആക്കിയതിന് ശേഷം നമ്മുടെ മാവ് ആ ഗ്യാസ് ഓവനകത്ത് കയറ്റി വെച്ചിട്ട് പുളിക്കാൻ വെച്ച് പെട്ടെന്ന് പുളിച്ച് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ദോശമാവ് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 9.5 മണിക്കൂർ എടുത്ത് എനിക്ക് മാവ് പുളിച്ച് വരാനായിട്ട് കേട്ടോ. ഇതിൽ ഉപ്പ് ചേർത്തൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു കാസ്റ്റ് അയൺ പാനിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിലോ ദോശ ചുട്ടെടുക്കാം. കാസ്റ്റ് അയൺ പാൻ ആണെങ്കിൽ ആവശ്യത്തിന് നല്ലെണ്ണ തടവി കൊടുത്തതിന് ശേഷം വേണം ദോശ ചുട്ടെടുക്കാനായിട്ട്. ഞാനിവിടെ ദോശ ചുടാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു നോൺ സ്റ്റിക്ക് പാനാണ് കേട്ടോ. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു തവി ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ സാധാ ദോശ പോലെ പരത്തണ്ട, ഇതൊരു കട്ടി ദോശയാണ്. അതിനുശേഷം ഇതുപോലെ ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഈ ദോശ മറിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ നല്ലപോലെ ഹോൾസൊക്കെ വന്ന് നല്ല കുക്കായിട്ട് വരുമ്പം ഈ ദോശ നമുക്കെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ദോശ തയ്യാറാക്കുന്ന സമയത്ത് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. പിന്നെ ഈ ദോശമാവ് അധിക സമയം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ചുട്ടെടുക്കുമ്പോൾ ദോശയ്ക്ക് ഇത്രയ്ക്കും സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് കഴിയുന്നത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ 1 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ ദോശമാവ് പുറത്തെടുത്ത് വെക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഈ ദോശയുടെ കൂടെ കഴിക്കാനായിട്ട് ഒരു ചമ്മന്തി തയ്യാറാക്കാം. ഇതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു 2-3 കറിവേപ്പില, അത്രയും മതി. ഒരു 6-7 വറ്റൽ മുളക് എന്നിവ ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ച് മുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിനുശേഷം ഈ മുളക് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഈ എണ്ണയിൽ ഒന്ന് വറുത്തെടുക്കാം. നല്ലൊരു സ്മെല്ല്, വീടിനകത്ത് മൊത്തം ഈ മുളകിൻ്റെ ഒരു സ്മെല്ല് വരും. അതുപോലെ തന്നെ മുളകിന് നല്ലൊരു കറുത്ത കളറും വരണം കേട്ടോ, നല്ലൊരു ഡാർക്ക് കളർ. അപ്പോഴേ ചമ്മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ ഒരു പരുവത്തിൽ ഇത് കോരി മാറ്റി ഒരു പാത്രത്തിലേക്ക് വെക്കാം. അതേ വെളിച്ചെണ്ണയിൽ ഒരു 6-7 ചെറിയ ഉള്ളി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒന്ന് മൂപ്പിച്ചാൽ മതി, വല്ലാതെ കുക്കാവൊന്നും വേണ്ട. അതിനുശേഷം ഈ ചെറിയ ഉള്ളിയും കൂടെ നമുക്ക് കോരി മാറ്റി പാത്രത്തിലേക്ക് വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ്. തേങ്ങ ചിരവിയത് ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഈ മുളകിൻ്റെയും വെളിച്ചെണ്ണയുടെയൊക്കെ ഒരു ഫ്ലേവർ തേങ്ങയിൽ വരാൻ വേണ്ടിയിട്ടാണിത്. തേങ്ങ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, മൂത്ത് വരുമൊന്നും വേണ്ട. ആ സമയത്ത് തേങ്ങ കോരി മാറ്റി ഈ ചേരുവകളെല്ലാം ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല ചമ്മന്തി പരുവത്തിൽ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തോളൂ. ഉപ്പ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് കൂടുതലോ കുറവോ ചേർക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ഈ ദോശയുടെ കൂടെ കഴിക്കാം. ഈ ദോശയുടെ കൂടെ സാധാ ചട്നിയൊന്നും വലിയ ടേസ്റ്റ് ഇല്ല കേട്ടോ. ഈ ചമ്മന്തിയാണ് അടിപൊളി കോമ്പിനേഷൻ, അല്ലെങ്കിൽ നല്ല എരിവുള്ള എഗ് കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ഡിഷാണ്, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. വീണ്ടും അടുത്ത ഒരു നല്ല റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.